ഗുഡ് മോർണിംഗ്. സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് എല്ലാവരുടെയും തിരക്കൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞു കാണുമായിരിക്കും അല്ലേ? ഇവിടെയും തിരക്കൊക്കെ കുറഞ്ഞു. ഇന്നലെ പ്രിയ ചേച്ചിയൊക്കെ എറണാകുളത്ത് പോയപ്പം ഇവിടുന്ന് ഉണ്ണിക്കുട്ടനും കൂടെ നിൽക്കാനായിട്ട് പോയിട്ടുണ്ട്. നെറ്റിയുടെ സ്റ്റിച്ചൊന്നും എടുത്തിട്ടില്ല, എങ്കിലും ആൾ പോയേക്കുവാണ്. പിന്നെ ഇന്നലെ പെയ്ത മഴയിൽ കുറേയേറെ മാമ്പഴം താഴെ വീണിരുന്നു കേട്ടോ. ഇത് നല്ല നാട്ടുമാവാണ്, പുളിച്ചി മാങ്ങയാണ്. നമുക്ക് രാവിലെ മീനുണ്ട് കൂട്ടാൻ വയ്ക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. മത്തിയാണ്. ഇപ്പം മീനൊക്കെ വളരെ കുറവാണ് കിട്ടുന്നത് എന്ന് പറയുന്നു. വിലയും ഒരല്പം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മത്തിയും മാങ്ങയും കൂടെ തേങ്ങയരച്ച് കൂട്ടാൻ വയ്ക്കുവാണ്. രാവിലെ തന്നെ മീനും വേണ്ട ജോലികളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞൊക്കെ ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം കുഞ്ഞുമായിട്ട് കളിക്കാമല്ലോ എന്ന് കരുതിയാണ് രാവിലെ തന്നെ ജോലിയെല്ലാം ഒതുക്കുന്നത്. ഇത് തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് മുതിരയും ചെറുപയറും കടലയും കൂടെ ഉള്ളതാണ്. ഇതാണ് പ്രശാന്തേട്ടന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം. സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം ഒരല്പം ഷുഗറിൻ്റെ ലെവൽ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിവതും ചോറ് കഴിക്കത്തില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. എന്നെ സംബന്ധിച്ച് എന്തു വന്നാലും ചോറില്ലാതെ ഇറങ്ങത്തില്ല. പക്ഷെ ചേട്ടൻ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ലേ. അപ്പം രാവിലെ ഓട്സ് വെച്ചിട്ടുള്ള സ്മൂത്തിയാണ് ചേട്ടനെ കഴിക്കാനായിട്ട് എടുക്കുന്നത്. ഞങ്ങൾക്കെല്ലാം ഇന്ന് പുട്ടും പഴവും പയറും ഒക്കെ കൂടായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ ഇഡലിയും ദോശയൊക്കെ എടുത്തിട്ട് ഇതുപോലെ പുട്ടൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. പുട്ടിന് ഈ ചെറുപയറും ഒക്കെ കൂടെ പുഴുങ്ങിയതും ഒരു മുട്ട പുഴുങ്ങിയതും ചെറിയ പഴവും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കും അച്ഛനും അമ്മയ്ക്കും നന്ദൂട്ടനും ഒക്കെ ആയിട്ട് പുട്ടെടുത്തു. എളുപ്പത്തിന് വേണ്ടി ഞാൻ പുട്ടുകുറ്റിയുടെ പുറത്ത് മറ്റേ ചെറിയ ചിരട്ട പുട്ടിൻ്റെയും കൂടെ വെച്ചിട്ടാണ് എടുത്തത്. അതാവുമ്പോൾ ഒറ്റയടിക്ക് തന്നെ കാര്യം എളുപ്പം നടക്കുമല്ലോ. അപ്പോഴേ ഇനി നമുക്ക് ഉച്ചക്കത്തേക്കായിട്ട് ഒരു പടവലങ്ങ ചെറുതുണ്ട്, അതുകൂടെ തോരൻ വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ പടവലങ്ങ തോരനും മത്തിക്കറിയുമാണ് ഉച്ചക്കത്തേക്ക്. ഇന്നലത്തെ രസം കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അങ്ങനെ രാവിലെ തന്നെ അടുക്കളയിൽ നിന്ന് ജോലി തീർത്തിറങ്ങുന്നത് നമ്മുടെ മറ്റ് ജോലികളെല്ലാം പിന്നീടുള്ള സമയങ്ങളിൽ ചെയ്യാനായിട്ടാണ്. ഇനിയിപ്പം കുഞ്ഞൊക്കെ ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ടൈം കഴിയും ജോലി. അപ്പോഴുണ്ട് നമ്മുടെ അടുക്കള വശത്ത് ഒരു നീല പൊന്മാൻ വന്നിരിപ്പുണ്ട്. ഇവനും ഇവൻ്റെ ഒരു കൂട്ടുകാരനും കൂടാണ് വന്നിരിപ്പ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി പിന്നെ കാണാം.